എല്ലാരും ചിരിച്ചോണ്ട് ഇറങ്ങും. ആ ചിരിയാണ് പടം പൊട്ടിച്ചത്. ഒന്നിനും കൊള്ളില്ല, കരയാൻ പറ്റില്ല, പക്ഷെ ചിരിക്കുക ഡയറക്ടർ സൂപ്പർ പടം. സൂര്യ 10 വർഷത്തിന് മുമ്പാടി പാത്ത സൂര്യ കങ്കോ പോലെ അടിപൊളിയൊരു പടം. കങ്കോ പോലെ സൂപ്പർ ഹിറ്റ് പടവും കങ്കോ പോലെ അടിപൊളിയൊരു പടമാണ്. സ്റ്റൈലും പടം. ജയറാമൊക്കെ ഇത്രയും കോമാളി വേഷം കെട്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. ആ പുള്ളിയൊക്കെ ഇത്രയും ബോസ്ലർ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ പടം ഇറക്കിയിട്ട് മലയാളത്തിലുള്ള ഇത്രയും നല്ലൊരു നടൻ പോയി ഈ വക തമിഴ് പടത്തിൽ പോയി എന്ത് കഥ കേട്ടിട്ട് ആ പുള്ളി കോമാളി വേഷം ചെയ്യണം. സത്യം പറഞ്ഞാൽ നമുക്ക് നാണമായിട്ട് പാടില്ല. വിഷമമുണ്ട്. ഈ വക കങ്കുവയൊക്കെ പോലുള്ള കഴിഞ്ഞ സിനിമ കൊണ്ട് എത്ര രൂപ നഷ്ടമാണെന്നറിയാമോ? അതുപോലെ ഈ സിനിമയൊക്കെ സൂര്യ പോലുള്ള ഇത്രയും നല്ല മെഗാ നടനായിട്ടുള്ള ഇത്രയും കരച്ചിൽ വരണം. സത്യം പറയാം 12,000 രൂപ ചിലവ് ഒരു സിനിമയ്ക്ക് വരും. നമുക്ക് റിവ്യൂ പറയുന്ന ആളാണ് ഞാൻ, പക്ഷെ എന്നാലും മാനസികമായിട്ട് വിഷമമുണ്ട്. ഇങ്ങനെയൊന്നും സൂര്യൊന്നും ഇത്തരത്തിൽ ആവരുത്. കാരണം ഇത്രയും പ്രതീക്ഷകൾക്ക് ഏറ്റവും ക്ഷതമെന്നല്ല, ഇത് അടിപോലെ ഇപ്പം നമ്മളൊക്കെ തകർന്നു പോവാണ്. കാരണം പ്രേക്ഷകർക്ക് വളരെ വിഷമമുണ്ട്. ഇങ്ങനെയൊന്നും സൂര്യൊന്നും ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യരുത്. സൂര്യയുടെ ക്യാരക്ടറൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഥയൊക്കെ വളരെ മോശം, ഭയങ്കര വീക്കായിട്ടുള്ള സിനിമയായിട്ട് തോന്നുന്നു. ഇതാദ്യം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പുള്ളി. നമുക്ക് എന്ത് ടൈപ്പ് ഒന്നും മനസ്സിലാവുന്നില്ല കൂട്ടുകാരാ. നിങ്ങൾ സിനിമ ഒന്ന് കണ്ടു നോക്കുക, നമുക്ക് വിഷമമുണ്ട്. നമുക്ക് വാടിവാസലിൽ തിരിച്ചു വരാം. ഒരു കാർത്തിക് സുബ്രാജ് പറയാം, കുഴപ്പമില്ല, കണ്ടിരിക്കും. എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഒരു നല്ലൊരു പൊട്ടൻഷ്യലുള്ളൊരു സിനിമയായിരുന്നു. പക്ഷെ ലാസ്റ്റ് കൊണ്ടുവന്ന് കല്ലടച്ച പോലെ തോന്നിയത്. അങ്ങനെ പറയാനൊരു ഫീലിംഗ് വരെ അതായത് ലാസ്റ്റ് അത് പടം കണ്ടവർക്ക് മനസ്സിലാവും. ലാസ്റ്റ് നല്ല സീരിയസ് നോട്ടിൽ നിർത്തേണ്ട ഒരു പടം, അല്ലെങ്കിൽ ലൈറ്റ് ഹാർട്ടഡ് നിർത്തേണ്ട പടം ഒരു കോമഡി കയ്യിൽ നിന്ന് പോയി. ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കുഴപ്പമാണ്. ശരിക്കും ലിറ്ററലി തിയേറ്ററിൽ എല്ലാവരും കിടന്ന് ചിരിക്കുകയായിരുന്നു. അത് പടം കണ്ടവർക്കേ അത് കത്തുള്ളൂ. അത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയൊരു ഗാങ്സ്റ്റർ പടമായിരുന്നു. പക്ഷേ കുറച്ച് സീരിയസ്നെസ് കൂടിപ്പോയി. രാഷ്ട്രീയമൊക്കെ പറയാൻ നോക്കി, പക്ഷെ അത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നല്ല രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും കയ്യിൽ നിന്ന് പോയിട്ട് ലാസ്റ്റ് കോമഡി ആയി പോയതാണ്. ജയറാം ആക്ച്വലി ഞെട്ടിച്ചു എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം വിചാരിച്ച ഒരു കോമാളി റോളായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു ക്യാരക്ടർ എന്ത് വേണോ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു ജയറാമിൻ്റെ. ഈ കൂട്ടത്തിൽ നല്ലതായിരുന്നു. ജോജു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോജുവിനൊട്ടും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. നല്ലൊരു പവർഫുൾ വില്ലനാവാൻ കെൽപ്പുള്ളൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ അയാൾ നടുക്ക് വെച്ച് എവിടെയോ പോകും, ക്ലൈമാക്സ് നമുക്ക് തിരിച്ചു വരും. ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് തോന്നി. അതായത് ഇവരുടെ കോമ്പിനേഷൻ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പടം വേറെ ലെവലിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ ജോജുവിൻ്റെ റോള് അത്ര അടിപൊളിയായിട്ട് വന്നിട്ടില്ല. ടുവേർഡ്സ് ക്ലൈമാക്സ് വരുമ്പോഴേക്കും മൊത്തം വേസ്റ്റ് ചെയ്ത പോലെ തോന്നിയത്. ആണ് ഡീസൻ്റായിട്ട് തുടങ്ങി, എവിടെന്നോ തുടങ്ങി എങ്ങോട്ടൊക്കെ പോയൊരു പടമാണ്. എന്നാലും ഡീസൻ്റ് മേക്കിംഗ് ആയിരുന്നു. ഇതൊരു ഗ്യാങ്സ്റ്റർ മൂവിയാണ്. അപ്പോൾ ആ കഥയിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പുതിയതായിട്ട്. അതെങ്ങനെ വേറെ രീതിയിൽ എടുക്കാം എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാർത്തിക് സുബ്രാജ് പടമായതുകൊണ്ട് അത്യാവശ്യം ഡീസൻ്റായിട്ട് വന്നൊരു പടം. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കഥ മാറി വേറെ എങ്ങോട്ടൊക്കെ പോയി, എന്നാലും കണ്ടിരിക്കാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പടം അവർക്ക് എങ്ങനെ തീർക്കണം എന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. പടം ഫുള്ള് കയ്യിൽ നിന്ന് പോയി. ഒരു സീരിയസ് ആയിട്ട് എടുത്തൊരു സബ്ജക്റ്റ്, അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിച്ചൊരു കാര്യം ഫുള്ള് കോമഡി ആയി കളഞ്ഞു. പടത്തിനകത്തും പടം കാണും നമുക്കുമെല്ലാം വെറും കോമഡി ആയിട്ടേ തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, പടം കണ്ട് ഇറങ്ങി വരുന്നവരെല്ലാം ഭയങ്കര ചിരിയാണ്. കാരണം ഒരു കോമഡി പടം കാണുന്നതിനേക്കാൾ കൂടുതൽ ചിരിക്കാൻ ഈ സിനിമയ്ക്കകത്തുണ്ട്. സീരിയസ് ആയി എടുത്തൊരു പടം അപരാധത്തിൻ്റെ അങ്ങേയറ്റമായി പോയി ക്ലൈമാക്സ്. അതുവരെ ഡീസൻറ്റ് മേക്കിംഗ് ആയിരുന്നു. നമുക്ക് കുറ്റം പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, സ്റ്റോറി മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പടം ഫുള്ള് കയ്യിൽ നിന്ന് പോയി. ഒരു മോശം പടം നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. ഇതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റായി പോയി. ഒരു അത്യാവശ്യം ഡീസൻ്റായി പടം ക്ലൈമാക്സ് കൊണ്ട് മാത്രം മൊത്തം കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ഒരു മോശം എക്സ്പീരിയൻസ് ആയി. ജോജു, ജയറാം, സൂര്യ എല്ലാം പെർഫോമൻസ് വൈസ് എല്ലാവരും ഓക്കെയാണ്. എല്ലാവർക്കും നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജയറാം നമ്മൾ വിചാരിക്കും ജോക്കർ ടൈപ്പ് കൊമേഡിയനാക്കി കളഞ്ഞു അങ്ങനെയൊക്കെ പറയുമെങ്കിലും പുള്ളിക്ക് കൊടുത്ത റോൾ നല്ല വൃത്തിയായി ചെയ്തു. പക്ഷേ ഇതാണ് പ്രശ്നം. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പടം ഫുള്ള് കയ്യിൽ നിന്ന് പോയി. ഒരു കോമഡി പടമാക്കി കളഞ്ഞു. സ്പൂഫാണോ അല്ലെങ്കിൽ ഒരു സീരിയസ് പടമാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും. ആ രീതിക്കായി പോയി പടം. പരീക്ഷണം പാളിപ്പോയതാണോ? പരീക്ഷണമല്ല. കാർത്തിക് സുബ്രാജ് എല്ലാ പടത്തിലും രാഷ്ട്രീയം പറയും. പക്ഷെ അത് നല്ല വൃത്തിക്ക് എല്ലാവരിലേക്ക് എത്തുന്ന രീതിയിൽ പറഞ്ഞു നോക്കിയാറുണ്ട്. ഇതിൽ അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായില്ല എങ്ങനെ ചെയ്യണമെന്ന്. ക്ലൈമാക്സ് എന്തോ വലിയൊരു കാര്യങ്ങൾ പറയാൻ നോക്കി, പക്ഷെ ഫുള്ള് കയ്യിൽ നിന്ന് പോയി. നമുക്ക് കാണുമ്പോൾ എന്താണ് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ചിരിച്ചുകൊണ്ടിലാണ് ആ സിനിമ കാണാൻ പറ്റില്ല. അങ്ങനത്തെ